നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളും അറബികളും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ കേട്ടിട്ടുണ്ട്. മുറിച്ചു മാറ്റപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള സ്നേഹമാണ് ഇവർ തമ്മിലുള്ളത്. അത്തരത്തിൽ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ശ്രീനാരായണപുരം സെന്ററിലെ പച്ചക്കറി കടയിൽ വൈകിട്ടത്തെ തിരക്കിനിടയിൽ സുലൈമാന്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തുകയുണ്ടായി. എടുത്തയുടനെ ചോദ്യം വന്നു, സുലൈമാനെ നിനക്ക് സുഖമാണോ എന്നായിരുന്നു ആ ചോദ്യം. അറബിയിലുള്ള ശബ്ദം കേട്ട് സുലൈമാന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. കാര്യം പിടികിട്ടി. മരുഭൂമിയിലെ ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥനായിരുന്ന സൗദി അറേബ്യ മക്ക സ്വദേശിയായ മുഹമ്മദ് അബ്ദുള്ള അൽ സഹറാനിയുടേതായിരുന്നു ആ ശബ്ദം. വർഷങ്ങളോളം ഉണ്ടായിരുന്ന സൗഹൃദത്തിലെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ആ ഫോൺ വിളി എന്നതും ശ്രദ്ധേയമാകുന്നു. 1993 ശ്രീനാരായണപുരം കട്ടൻ ബസാർ പനപ്പറമ്പിൽ സുലൈമാൻ സൗദിയിലേക്ക് എത്തുന്നത്. ലേബർ ക്യാമ്പിലെത്തിയ സുലൈമാനാണ് കോടതിയിലെ സഹായിയായി ജോലി ലഭിച്ചത്. എളുപ്പത്തിൽ അറബി ഭാഷ വശത്താക്കി ഇദ്ദേഹത്തെ കോടതിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അബ്ദുള്ള അൽ സഹറാനി സഹായിയായി തന്റെ കൂടെ ചേർക്കുകയും ചെയ്തു. ഇത് സൗഹൃദമായി വളരുകയാണ് ചെയ്തത്. ഒഴിവു ദിവസങ്ങളിൽ പോലും അൽ സഹാറിനായുടെ വീട്ടിലെത്തി അത്യാവശ്യം ജോലികൾ ചെയ്ത് വീട്ടുകാരുടെ വിശ്വസ്തത പിടിച്ചുപറ്റുകയും ചെയ്തു. ഇദ്ദേഹം മുഹമ്മദ് അബ്ദുള്ള അൽ സഹറാനി ഉദ്യോഗസ്ഥരിൽ നിന്ന് വിരമിച്ച ശേഷം മക്കയിലെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സുലൈമാനും പ്രവാസ ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനിടയിൽ മുഹമ്മദ് അബ്ദുള്ള അൽ സഹറാനിയും കുടുംബവും സുലൈമാനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സുലൈമാൻ എന്ന പേരും മലയാളിയുമാണെന്ന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു ഫോട്ടോയോ ഫോൺ നമ്പറോ പോലും ഉണ്ടായിരുന്നില്ല. ഇതിനു പിന്നാലെ അബ്ദുള്ളയുടെ മൂത്ത മകൻ അഹമ്മദ് അൽ സഹറാനിയും സുലൈമാനെ നവമാധ്യമങ്ങളിൽ വഴി തിരയുകയാണ് ചെയ്തത്. സുലൈമാന്റെ സഹോദരന്റെ മകൻ അബുദാബിയിലുള്ള സലീമാണ് ഇവർ തിരയുന്നത് തന്റെ കൊച്ചാപ്പയാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത്. കുറച്ചുകാലം സൗദിയിലുണ്ടായിരുന്ന സലീം അപ്പോൾ സഹറാനിയെ കണ്ടിട്ടുമുണ്ട്. സലീം തന്റെ സ്പോൺസറുടെ മകൻ വഴി സഹറാനിയെ വിളിച്ച് സുലൈമാന്റെ ഫോൺ നമ്പർ കൊടുത്തതിനെ തുടർന്നാണ് സൗദിയിൽ നിന്നും വിളിയെത്തിയത്. ഹജ്ജ് കഴിഞ്ഞാൽ സുലൈമാനെയും കുടുംബത്തെയും കാണാൻ കേരളത്തിലെത്താനിരിക്കുകയാണ് സഹറാനിയും കുടുംബവും. ഇപ്പോൾ ഹരിത വെജിറ്റബിൾസ് എന്ന പച്ചക്കറി കട നടത്തുകയാണ് 63-കാരനായ സുലൈമാൻ. ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കഥകളാണ് പ്രവാസികൾ കേൾക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ ഒരു കൂടിച്ചേരലിനായി കാത്തിരിക്കുകയാണ് പ്രവാസ ലോകവും പ്രവാസികളും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.